മീഡിയാസിലേക്ക് സ്വാഗതം. പുഷ്പ 2 ഓരോ ദിവസവും റെക്കോർഡുകൾ തകർത്ത് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സിനിമ ദംഗലിൻ്റെ റെക്കോർഡും തകർത്ത് മുന്നോട്ട് കുതിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും ഇന്ന് സിനിമ ഓരോ റെക്കോർഡും തകർത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യൻ സിനിമയിലെ ടോപ്പ് 3 എത്തിയിരിക്കുകയാണ്. കളക്ഷൻ വൈസ് നോക്കുമ്പോൾ ഈ ഒരു സിനിമ 1000 കോടി കടന്നിരിക്കുകയാണ്. ആദ്യം തന്നെ സിനിമ എത്തിയത് ഇന്ത്യൻ സിനിമകളിൽ 8 എണ്ണം മാത്രമാണ് 1000 കോടി കടന്നത്. അതിനകത്തിൽ ഈ ഒരു സിനിമയ്ക്ക് എത്താൻ കഴിഞ്ഞു. ഇപ്പോൾ 3-ാം പൊസിഷനിലാണ് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത് ദംഗൽ തന്നെയാണ്. 2028 കോടിയോളമാണ് സിനിമ നേടിയിരിക്കുന്നത്. 2-ാം സ്ഥാനത്ത് ബാഹുബലി 2 ദ കൺക്ലൂഷനാണ്. 1810 കോടിയോളമാണ് സിനിമ നേടിയിരിക്കുന്നത്. ഇപ്പോൾ പുഷ്പ എത്തിയിരിക്കുന്നു 1500 കോടിക്ക് മുകളിലേക്ക്. എപ്പോഴും ഒഫീഷ്യൽ കളക്ഷൻ വന്നിട്ടില്ല. അവസാനമായി വന്നത് 1409 കോടി എന്നുള്ളതായിരുന്നു. എന്തായാലും ഇപ്പോൾ ദംഗലിൻ്റെ ഒരു റെക്കോർഡ് മാത്രമല്ല, ഡൊമസ്റ്റിക് റെക്കോർഡാണ് ഈ സിനിമ തീർത്തിരിക്കുന്നത്. ഈ സിനിമ മാത്രമല്ല, ഇതിനു മുമ്പുള്ള പല സിനിമകളും ദംഗലിൻ്റെ ആ ഒരു റെക്കോർഡ് തകർത്തിരുന്നു. ഇവിടെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കാര്യമാണ്, വേറൊന്നുമല്ല, ഡൊമസ്റ്റിക്കിൽ ദംഗൽ നേടിയത് വെറും 511 കോടി. അതായത് ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയത് 511 കോടിയാണെങ്കിൽ പുഷ്പ ഇപ്പോൾ നേടിയിരിക്കുന്ന 1100 കോടിക്ക് മുകളിലാണ് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട്. അതിൽ തന്നെ ഹിന്ദിയിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്ന 620 കോടിക്ക് മുകളിലാണ് എന്നുള്ള ഒരു തകർക്കാൻ പറ്റാത്ത ഒരു റെക്കോർഡ് കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയാം. ഇനി ബാഹുബലിയാണ് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ 2 കേസിലും ബാഹുബലി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രമായിട്ട് ബാഹുബലി നേടിയത് 1429 കോടിയാണ്. 371 കോടിയാണ് സിനിമ ഓവർസീസിൽ നിന്ന് നേടിയിട്ടും ഉള്ളത്. ഇനി നമുക്ക് ദംഗലിൻ്റെ പലർക്കും അറിയില്ലാത്ത ഒരു ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കണക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ദംഗൽ 2016 ഇറങ്ങിയ സിനിമയാണ്. 1000 കോടി നേടിയത് 25 മെയ് 2017 1200 കോടി നേടിയത് ജൂൺ 1 എത്തുകയും 1300 ജൂൺ 5 അതായത് ഓരോ 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് 100 കോടി എത്തിയത്. ജൂൺ 12 1400 കോടിയും നവംബർ 2017 1500 കോടിയും കടക്കുന്നത്. അതൊക്കെ അതിൻ്റെ ഒരു മൈൽ സ്റ്റോണാണ്. ഇനി നമ്മൾ പറഞ്ഞ ദംഗലിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസിൻ്റെ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ 2000 കോടി വന്നത് എന്നുള്ള കണക്കുകളാണ്. ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് സിനിമ നേടിയത് 512 കോടിയാണ്. അതായത് $76.2 മില്യൺ ഈ സിനിമ നേടിയത്. ഓവർസീസിൽ നിന്ന് ഈ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞ 1525.3 കോടിയാണ് എന്നുള്ളതാണ്. അത് $234.23 മില്യൺ. അവിടെയാണ് ഈ സിനിമയുടെ കളക്ഷൻ കയറിയിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് ഈ സിനിമയ്ക്ക് 500 കോടിക്ക് മുകളിൽ മാത്രം നേടാൻ കഴിഞ്ഞപ്പോൾ ഓവർസീസിൽ നിന്ന് 1500 കോടിക്ക് മുകളിൽ നേടാൻ കഴിഞ്ഞു. ഇവിടെ നമുക്ക് ആ കണക്കുകൾ നോക്കുമ്പോൾ ഏറെ വ്യത്യാസം ഈ സിനിമയെ ഇരുത്തി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ആ ഒരു കളക്ഷൻ തന്നെയാണ്. ഇവിടെ ബാഹുബലിക്ക് കിട്ടിയിരിക്കുന്നത് വെറും 371 കോടി മാത്രമാണ് ബാഹുബലി 2 ലഭിച്ചിരിക്കുന്നത്. RRRന് 423 കോടി ആണ് ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നു 423 കോടി ഓവർസീസിൽ നിന്ന് ലഭിച്ച RRR ആണ് സെക്കൻഡ് പൊസിഷനിൽ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത്. അങ്ങനെ നമുക്ക് പത്താനാണെങ്കിൽ 396 കോടി, അങ്ങനെയൊക്കെയാണ് കണക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു സിനിമയ്ക്ക് മാത്രം, ദംഗൽ എന്ന സിനിമയ്ക്ക് മാത്രം 1523 കോടി, എല്ലാം 300-ലും 400 വരെ ഉള്ളിടത്ത് നിൽക്കുമ്പോൾ എങ്ങനെ കയറിയത്? ചൈനീസ് മാർക്കറ്റിലേക്ക് ചെന്നതാണ് സിനിമയ്ക്ക് വമ്പൻ വിജയമാക്കിയത്. ചൈനയിൽ നിന്ന് മാത്രമായിട്ട് 1318 കോടിയാണ് ഈ സിനിമ നേടിയത് എന്നുള്ളതാണ്. അവിടെയാണ് കണക്കിൻ്റെ കളികളും കാശിൻ്റെ കളികളും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ചൈനയിലേക്ക് സിനിമ ഇറക്കി വിടുമ്പോൾ പലപ്പോഴും മലയാള സിനിമകളിൽ നമ്മൾ കാണുന്ന ഒരു കോമഡിയുണ്ട്. ഏതെങ്കിലുമൊക്കെ മോഹൻലാലിൻ്റെയൊക്കെ മമ്മൂട്ടിയുടെയൊക്കെ സിനിമ വരുമ്പോൾ സോഷ്യൽ മീഡിയയിലും അണിയറ പ്രവർത്തകരാണെന്ന് നമ്മൾ ധരിക്കുന്ന ആളുകളിൽ നിന്നും വരുന്ന ഒരു പടം ഇപ്പോൾ നേരെ പോയി ചൈനയിൽ ഇറക്കാൻ പോവുകയാണ്. ഇട്ടിമാണി ചൈനയിൽ ഇറക്കുന്നു, ബെറോസ് അല്ല ഭീഷ്മപർവം ചൈനയിൽ ഇറക്കുന്നു, അങ്ങനെയുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നു. പക്ഷേ ചൈനയിലേക്ക് അതൊന്നും എത്തിപ്പെട്ടിട്ടില്ല. ചൈന മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, മഹാരാജ ഇപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു അമ്മാതിരി കളക്ഷനാണ് സിനിമ അവിടെ തൂക്കുന്നത്. ഇപ്പോൾ ഇനി ചൈനയിലെ സ്പ്ലിറ്റിലേക്ക് നമുക്ക് പോകാം. ചൈനയിൽ നിന്ന് മാത്രമായിട്ട് ലഭിച്ചിരിക്കുന്നത് 1254 കോടിയും, തൈവാനിൽ നിന്ന് 41 കോടിയും, ഹോങ്കോങ്ങിൽ നിന്ന് 23.1 കോടിയുമാണ്, അതർ ടെറിട്ടറീസിൽ നിന്ന് 207 കോടിയും. ഇങ്ങനെയാണ് ചൈനീസ് മാർക്കറ്റിൽ നിന്ന് ദംഗൽ നേടിയ കണക്കുകൾ പുറത്ത് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ദംഗലിൻ്റെ ഒരു കളക്ഷൻ റെക്കോർഡും, ദംഗലിൻ്റെ മാത്രമല്ല ഒട്ടുമിക്ക സിനിമകളുടെയും ഒരു കളക്ഷൻ റെക്കോർഡ് കൂടി സിനിമ കഴിഞ്ഞു. ഇനി മുന്നിൽ ബാഹുബലി മാത്രമാണ് ഡൊമസ്റ്റിക്കിൽ പുഷ്പ 2 പിന്നിൽ അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്നത്. പുഷ്പ 2 ഇതിൻ്റെ പിന്നിലാണ് എന്നുള്ളതാണ്. ഇനിയും ഇൻ്റർനാഷണലി വേൾഡ് വൈഡ് പറയുമ്പോൾ ഇനിയും നമുക്ക് കടക്കാൻ ഒരുപാട് കടമ്പകൾ നിൽക്കുന്നു. ഒന്ന്, ബാഹുബലിയുടെ 1810 കോടിയും അതുപോലെ തന്നെ ദംഗലിൻ്റെ 2028 കോടിയും. ബാഹുബലിയുടെ ഡൊമസ്റ്റിക് കളക്ഷനായ 1429 കോടി വലിയ താമസമില്ലാതെ കൂടി വന്നാൽ 15 ദിവസത്തിനുള്ളിൽ ഈ സിനിമ കവർ ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.